നമസ്കാരം. അന്നും ഇന്നും തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാ അഭിനയം അവസാനിപ്പിച്ചു. ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ. ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ. അപ്പോൾ ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു നടത്തിയത്. സിനിമ പോലൊരു ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. മഞ്ജു വാര്യരുടെ ആദ്യ സിനിമ സല്ലാപമല്ല, സാക്ഷ്യം എന്ന ചിത്രമാണ്. എന്നാൽ മഞ്ജു ആദ്യമായി നായിക കഥാപാത്രം ചെയ്ത സിനിമ സല്ലാപമാണ്. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മഞ്ജുവിന്റെ കരിയറിലും ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയ സിനിമ കൂടിയായിരുന്നു സല്ലാപം. ലോഹിദാസിന് സല്ലാപം മാത്രമല്ല, കന്മദത്തിലെയും തൂവൽ കൊട്ടാരത്തിലെയും മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് തന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണെന്ന് പലപ്പോഴും മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹമെന്നും മഞ്ജു പറഞ്ഞിരുന്നു. മഞ്ജു വാര്യർ, മോഹൻലാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലോഹിദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കന്മദം. ഭൂതക്കണ്ണാടി, കാരണം എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ എത്തിയ ലോഹിദാസ് ചിത്രം 1998 ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു. മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു കന്മദത്തിലെ ഭാനു. ചിത്രത്തിന്റെ ലൊക്കേഷനും അന്ന് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ മലമ്പുഴയിലെ കന്മദം ഷൂട്ട് ചെയ്ത പ്രദേശങ്ങളിൽ വീണ്ടും എത്തിയ സിദ്ധു പനയ്ക്കൽ പങ്കുവച്ച കുറിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് കന്മദത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയായിരുന്ന സിദ്ധു ആ പഴയ ലൊക്കേഷനിലേക്ക് എത്തിയത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ഒരു സംഭാഷണ രീതിയിലാണ് സംസാരിക്കുന്നത്. ആ സംഭാഷണ രീതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെ: ഭാനു, പോവുകയാണെന്ന് അറിഞ്ഞു. വിശ്വനാഥൻ: അതെ, വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ്സ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം. ഭാനു: അതിന്റെ ആവശ്യമില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങളെ പേരിൽ ഞങ്ങൾ വേണ്ടാത്തതൊക്കെ കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ എന്റെ ഏട്ടന്റെ പാസ്പോർട്ടും സാധനങ്ങളും എനിക്ക് വേണം. ഇനി അതല്ലേ ബാക്കിയുള്ളൂ. വിശ്വനാഥൻ: ഞാനിപ്പോ എടുത്തു തരാം. ഭാനു: ഇപ്പോ വേണ്ട. ഇപ്പോൾ അത് കണ്ടാൽ ഞാൻ പൊട്ടിപ്പോകും. ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. വിശ്വ: പോണേനു മുമ്പ് ഞാൻ പറയാം മുത്തച്ഛനോട്. ഭാനു: വേണ്ട. ഏട്ടൻ വരുമെന്നും ഒരു നല്ല കാലം ഉണ്ടാകുമെന്നും വിചാരിച്ചിരിക്കുന്നവരാ എല്ലാവരും. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വിശ്വ: ഭാനു മാത്രം എല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കണ്ടേ? ഭാനു: അത് സാരമില്ല. അങ്ങനെ ജീവിച്ച് അത് ശീലമായി. വേലുമാമന്റെ വീട്ടിലെ തെക്കേ മുറിയിൽ ഒരു ഓട്ടുകലവും ഉരുളിയും ഇരിക്കുന്നുണ്ട്. അതിനുള്ളിൽ പൊതിഞ്ഞു വെച്ചാൽ മതി. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മനസ്സൊന്ന് തണുക്കുമ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നോളാം. വിശ്വ: പോകുമ്പോൾ യാത്ര പറയാൻ എനിക്ക് അവിടെ വരെയൊന്ന് വരാലോ അല്ലേ? ഭാനു: മുത്തശ്ശിയോടും രാജിയോടും ഒക്കെ വരില്ല എന്ന് പറയണ്ട. നിങ്ങൾ പോണത് അവർക്കൊക്കെ വലിയ സങ്കടമാണ്. വെറുതെ വിചാരിച്ചോട്ടെ ഇനിയും വരുമെന്ന്. കന്മദം എന്ന സിനിമയിലെ ഈ സീൻ ചിത്രീകരിക്കാൻ ലോഹി സാർ തെരഞ്ഞെടുത്തത് കവയിലെ മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടിന്റെ തൊട്ടടുത്ത് ചെറിയൊരു തോടുണ്ട്. ആ തോടിന് കുറുകെ ചാഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങും. 26 വർഷത്തിനു ശേഷം ഞാൻ അവിടെ വീണ്ടും പോയി ഇന്നലെ. കന്മദത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ഞാൻ. മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും മാളച്ചേട്ടന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും അവിടെ ഇല്ല. മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ലാലേട്ടൻ നിൽക്കുന്ന ചെറിയ കുന്ന് ഇപ്പോൾ മഞ്ജുവിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണില്ല. കവുങ്ങും തെങ്ങും വളർന്ന് കാഴ്ച മറച്ചിരിക്കുന്നു. പക്ഷെ ഒന്ന് അവിടെ ബാക്കിയുണ്ട്. ഈ സീൻ എടുത്ത ആ തെങ്ങും ചെറിയ തോടും. അന്ന് അത് ജീവനുള്ള തെങ്ങായിരുന്നു. ഇന്നത് തല തെറിച്ച് ജീവനില്ലാതെ നിൽക്കുന്നു. ഭാനുവിന്റെയും വിശ്വനാഥന്റെയും കരൾസ്പർശമേറ്റ ആ തെങ്ങ്, ലോഹിസാറിന്റെ സ്റ്റാർട്ടും കട്ടും കേട്ട ആ തെങ്ങ്, ആ തെങ്ങിന്റെ ജീവനറ്റ് പോയിരിക്കുന്നു. ലോഹിസാറിനെ പോലെ, മാളച്ചേട്ടനെ പോലെ, രാമചന്ദ്ര ബാബുവേട്ടനെ പോലെ, രവീന്ദ്രൻ മാഷിനെ പോലെ, ഉഷാറാണി ചേച്ചിയെ പോലെ, ഭാനുവിന്റെ മുത്തശ്ശിയെ പോലെ, മുത്തശ്ശനെ പോലെ എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് നീളുന്നത്. ഈ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ നിരവധി കമന്റുകളാണ് എത്തുന്നത്. ആ ഓർമ്മകളിലേക്ക് നയിച്ചതിന് നന്ദിയാണ് നിരവധി ആരാധകർ ഈ പോസ്റ്റിന് താഴെ പങ്കുവയ്ക്കുന്നത്. അതേസമയം ലോഹിസാറിന്റെ 3 കഥാപാത്രങ്ങൾ തനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചുവെന്ന് മഞ്ജു വാര്യർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തൂവൽ കൊട്ടാരം, കന്മദം, സല്ലാപം എന്നീ സിനിമകൾ. ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറയുന്ന കഥാപാത്രം കന്മദത്തിലെ ഭാനുവാണ്. അത്തരത്തിലൊരു കഥാപാത്രം എന്നെ പോലെ വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞൊരു നടിക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹിസാറിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നാണ് മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്.